കോഴിക്കോട് എലത്തൂരിലെ യുവതിയുടെ കൊലപാതകത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. കൊലയ്ക്ക് ശേഷം യുവതിയുടെ മൃതദേഹം കാറിൽ കൊണ്ടുപോകുന്ന ആ നിർണായക ദൃശ്യങ്ങളാണ് പുറത്തെത്തിയത്. കൊലയാളി വൈശാഖന്റെ വർക്ക്ഷോപ്പിന് സമീപത്തുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണത്. ഈ മാസം 24-നാണ് യുവതിയെ എലത്തൂരിലെ വർക്ക്ഷോപ്പിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കാണുന്ന കടമുറിക്കകത്ത് നിന്നാണ് ഈ കുറ്റകൃത്യം നടക്കുന്നതും അതിനുള്ള ആസൂത്രണങ്ങൾ നടക്കുന്നതും. യുവതിയുടെ മൃതദേഹം കണ്ട നാട്ടുകാർ ഇവിടേക്ക് ഓടിക്കൂടി പോലീസിൽ വിവരമറിയിച്ചു. പിന്നീട് ഈ നാടും നാട്ടുകാരും കേട്ടത് ഞെട്ടിക്കുന്ന ചില കഥകളാണ്. നമ്മളെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ഇതല്ലേ, മാക്സിമം തൂക്കയറിട്ടുണ്ട്. അത്ര 26 വയസ്സുകാരിയുടേത് കൊലപാതകമാണെന്നറിഞ്ഞത് മുതലുള്ള ഞെട്ടൽ മാറിയിട്ടില്ല നാട്ടുകാർക്ക്. പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യയെന്ന് തോന്നിപ്പിച്ച സംഭവം. യുവതിയുമായി ബന്ധം സ്ഥാപിച്ച പ്രതി വൈശാഖൻ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞാണ് സ്വന്തം സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയുമെന്ന ഭയത്തിലായിരുന്നു ആസൂത്രിത കൊലപാതകം. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ ജ്യൂസിൽ ഉറക്കുഗുളിക കലർത്തിയെന്നും താൻ മയങ്ങിയ സമയത്ത് യുവതി ആത്മഹത്യ ചെയ്തെന്നുമായിരുന്നു പ്രതി ആദ്യം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഉറക്ക ഗുളിക കഴിച്ച് മയങ്ങിയെന്ന് പറഞ്ഞ പ്രതി നഗരത്തിലെ ആശുപത്രി വരെ വാഹനം ഓടിച്ചെത്തിയത് സംശയങ്ങൾക്ക് കാരണമായി. പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് വൈശാഖൻ സ്ഥാപനത്തിൽ നിന്നും യുവതിയെ മർദ്ദിക്കുന്നതും കഴുത്തിൽ കുരുക്കിട്ട ശേഷം യുവതി നിന്നിരുന്ന സ്റ്റൂൾ പ്രതി ചവിട്ടിത്തെറിപ്പിക്കുന്നതുമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. പ്രതി കൊലപാതകത്തിന് ശേഷം മൃതദേഹത്തോട് ലൈംഗിക വൈകൃതം കാട്ടുന്നതും CCTVയിൽ പതിഞ്ഞു. വൈശാഖന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് യുവതിയുടെ ബാഗ് പോലീസ് കണ്ടെത്തിയിരുന്നു. ബാഗിലുണ്ടായിരുന്ന ഡയറിയിൽ നിന്ന് വർഷങ്ങൾ നീണ്ട പീഡനത്തിന്റെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. 16 വയസ്സ് മുതൽ പീഡനത്തിനിരയായി എന്നാണ് ഡയറിയിലുള്ളത്. ഇത് തെളിവാക്കിയാണ് പ്രതിക്കെതിരെ പോക്സോ കേസും പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇങ്ങനെ കരുതിയില്ലല്ലോ, ഇത് പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ എല്ലാവർക്കും ഒരു അതിശയം പോലെയായിപ്പോയി. കേട്ട സമയത്ത് ഒരു പെട്ടെന്നൊരു ഇതായി പോയിരുന്നു. ഇങ്ങനെ സംഭവിക്കും, നമ്മളെ നാട്ടില് ഇങ്ങനെ സംഭവിക്കുമ്പോ ഒരു ഇതല്ലേ. കണ്ടിട്ട് അങ്ങനെ ഒരാളാന്ന് വിചാരിച്ചില്ല. സംഭവം അറിഞ്ഞപ്പോഴാണ് ക്രൂരതയാന്ന് പറയാനുണ്ടോ. ഭയങ്കര ക്രൂരതയല്ലേ നടന്നത്. എനിക്ക് മാക്സിമം തൂക്കയറിട്ടുണ്ട്. അത്ര മാളിക്കടവിൽ നടന്ന കൊലപാതകത്തിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. അതിന്റെ ഭാഗമായാണ് ഇന്ന് വൈശാഖനുമായി ഏറ്റവും പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളിലേക്ക് ഇന്ന് അന്വേഷണ സംഘം എത്തുന്നത്. അതിലൊന്നാമത്തെ കേന്ദ്രം എന്നത് ഇൻഡസ്ട്രിയാണ്. അവിടെ വെച്ചാണ് യുവതിയെ ഇയാൾ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത്. അതേ തുടർന്ന് പിന്നീട് അതൊരു കൊലപാതകത്തിൽ കലാശിക്കുന്നതും മരണശേഷം യുവതിയെ ലൈംഗികമായി ഉപയോഗിക്കാനുള്ള ആ ഒരു രീതിയിലുള്ള ഇടപെടൽ കൂടി വൈശാഖന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഉറക്കുഗുളികയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഉറക്കുഗുളിക ശീതളപാനീയത്തിൽ കലർത്തിയാണ് യുവതി അബോധാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ ഉറക്കുഗുളിക വാങ്ങിയ മെഡിക്കൽ സ്റ്റോർ, അതോടൊപ്പം തന്നെ ശീതളപാനീയം വാങ്ങിയ മാളിക്കടവിലെ ബേക്കറിയിലടക്കം ഇന്ന് അന്വേഷണ സംഘം എത്തി ഇയാളുമായി തെളിവെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും നിർണായകമായ ഒരു വിവരം കൂടി പുറത്തു വരുന്നത് തൻ്റെ ഭാര്യയോട് ഈ വിവരങ്ങളെല്ലാം തന്നെ വൈശാഖൻ പങ്കുവെച്ചു എന്നതാണ്. അത് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് 16-ാം വയസ്സ് മുതൽ ആ പെൺകുട്ടി അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തിയ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചടക്കം കൃത്യമായി സ്വന്തം ഭാര്യയോട് ഇയാൾ ആ വിവരങ്ങൾ പൂർണ്ണമായി പങ്കുവെച്ചു എന്നുള്ള വിവരങ്ങളാണ് ഒടുവിൽ പുറത്തു വരുന്നത്. അതടക്കം അത് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് വൈശാഖന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിട്ടുള്ളത്. കുറ്റബോധമുണ്ട്. എനിക്ക് മരിക്കാൻ സാധിച്ചില്ല, ആയാലും കുറ്റബോധമുണ്ട്. കൊലപാതകമല്ലായിരുന്നു, ഞങ്ങൾ രണ്ടാളും സൂയിസൈഡ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. കൊലപാതകമല്ലായിരുന്നു, ഞങ്ങൾ രണ്ടാളും സൂയിസൈഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചായിരുന്നു. ഞാൻ മരിച്ചില്ല, അവള് മരിച്ചു. വൈശാഖന്റെ ഭാര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുണ്ടോ? അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഈ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം വൈശാഖൻ യുവതിയുടെ മൃതദേഹവുമായി കാറിൽ പുറത്തേക്ക് സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ CCTV ദൃശ്യവും അന്വേഷണത്തിന് വലിയ തോതിൽ തന്നെ ശക്തമായി ഭാവിയിൽ പ്രോസിക്യൂഷനൊക്കെ തന്നെ കോടതിയിൽ ശക്തമായൊരു തെളിവായി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുവയ്ക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ കൃത്യമായ ആസൂത്രണം ചെയ്തു തന്നെയാണ് വൈശാഖൻ ഈ കൊലപാതകം നടത്തിയതെന്ന് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ടേക്ക് വെക്കുന്ന വസ്തുത. എന്നാൽ
ഇത് കൊലപാതകമല്ല. ഈ നടന്ന സംഭവത്തിൽ തനിക്ക് വലിയ തോതിലുള്ള ഖേദമുണ്ട്, കുറ്റബോധമുണ്ട്. ഇത് ഒരു ആത്മഹത്യ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആണ് ഈ രീതിയിൽ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുകയാണ് വൈശാഖൻ. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.